ഇന്നലെ തോപ്പിലെ ബീഫ് കറി എത്തിച്ചുകൊണ്ട് നമ്മളിന്ന് പുതിയ ബീഫ് കറി തേടി മണ്ണഞ്ചേരി ജംഗ്ഷന്റെ പടിഞ്ഞാറ് കിഴക്ക് വശത്ത് ഒരു കടയുണ്ട്, നമ്മുടെ ഒരു ഇക്കയുടെ കട. നേരെ ഇന്ന് അങ്ങോട്ടാ പോകുന്നത്. അഫ്സൽ ബിൻ ഞാൻ രണ്ടുപേരും ഉണ്ട്. അപ്പൊ ഇന്ന് 2 പേരൂടെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ നേരെ നമുക്കിനി അവിടെ പോയിട്ട് അവിടുത്തെ ബീഫ് കറി എങ്ങനെ ഉണ്ടോ നോക്കാം. പോലീസ് സ്റ്റേഷൻ. ഇത് നമ്മുടെ പിള്ളേരാണ്, അശ്വിനും തള്ളിയിട്ട്. ഇവന്മാർക്ക് ഭാഗ്യമില്ലെന്ന് തന്നെ പറയാം, ആ കട തുറന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് തോപ്പിലേക്ക് തന്നെ പോകാം. അങ്ങനെ നേരെ തോപ്പിലെത്തി. പൊറോട്ടയും ബീഫ് പറഞ്ഞില്ല, ചിക്കൻ കറിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അശ്വിനും ബീഫ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ബീഫ് കറി കൂടെ പറഞ്ഞ്, പിന്നെ 2 മുട്ടക്കറിയും മേടിച്ച്. മുടിയൊന്നും പറ്റിക്കണം, അതിന്റെ തല കാണാൻ പാടില്ല. പൊറോട്ടയെ കുറിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. നല്ല ചൂട് പൊറോട്ട, മുരിഞ്ഞ പൊറോട്ട. ചെറുക്കന് ചിക്കൻ്റെ പീസ് എടുക്കാൻ നോക്കിയിട്ട് കയ്യും പുള്ളി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ കഴിച്ചു തുടങ്ങി. അല്ല, ചിക്കൻ കറി അത്ര പോരാ, സുഖമായിട്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ കുറുമയായിരുന്നു അടിപൊളി. പക്ഷെ നമ്മൾ കുറുമ ചോദിച്ചിട്ട് കുറുമ കിട്ടിയില്ല. നമ്മൾ ചായ മേടിക്കുമ്പോൾ പഞ്ചാര കൂടുതലിട്ട് മേടിക്കണം. നമ്മുടെ മാനേജറാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഫോൺ കോളിലാണ്. എന്താണ്, ആരോടാണ്, ഏതാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നത് എനിക്ക് ഏറെക്കുറെ ആദ്യമായിട്ടാണ് തോന്നുന്നു. ഞാൻ അഫ്സലായിട്ട് മിക്കപ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മുട്ടക്കറിയിലും മുട്ട തീർന്നു. ആ വിഷമത്തിന് 2 മുട്ട കൂടെ പറഞ്ഞു. അപ്പോഴത്തേക്കും ചായയും വന്നു. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എന്നെ കണ്ടില്ലെങ്കിൽ മോശമില്ലെന്ന് പറഞ്ഞിട്ട് സെൽഫി വീഡിയോ ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. അങ്ങനെ കൂട്ടത്തിൽ ഞാനും വന്ന്. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ബില്ല് കൊടുക്കാൻ നിൽക്കുന്ന ചടങ്ങാണ്. പൈസ കൊടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ PL ഓൾ ഇൻ ഓൾ ഞങ്ങളുടെ സ്റ്റേഷനിലെ സ്ക്രീൻഷോട്ട് കാണിക്കാം. അങ്ങനെ കഴിച്ച മുട്ടക്കും കുടിച്ച ചായക്കും അഫ്സൽ ബിന്നിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ച് നേരെ ഓഫീസിലേക്ക്.